ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ഞാൻ വീണ്ടും എത്തിയിരിക്കുന്നു. ഇന്നലെ ഞാനിട്ട വീഡിയോ ആരും കണ്ടില്ലേ? നിങ്ങളാരും ഇത് കാണാത്ത ഓടിപ്പോയി കണ്ടിട്ട് അല്ലേ, ഇത് കണ്ടിട്ട് അത് കണ്ടാൽ മതി, അല്ലെങ്കിൽ അത് കണ്ടിട്ട് ഇത് കണ്ടാൽ മതി. എന്തായാലും നമുക്ക് നേരെ നമ്മുടെ കാർ കളക്ഷൻ കാണാൻ പോകാം ഗായ്സ്. നമ്മുടെ കാർ കളക്ഷൻ വേണ്ട, നമുക്ക് നേരെ പിഞ്ചാനെ, ചിൻചാനെ, റിയേനെ കാണാൻ പോകാം. കാരണം ഇന്ന് നമ്മൾ ലെജൻഡറി കാറാണ് അടിച്ചു വെച്ചാൻ പോണത്. ഞാനൊരു സ്ഥലം വരെ പോയിട്ട് വരാം. നമ്മൾ അവരോട് എല്ലാം പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എന്തായാലും നേരെ ഇറങ്ങി പോവാം. എങ്ങോട്ട് പോവാം? ഡൊമിങ്കോസിൻ്റെ അടുത്തേക്ക് പോവാം. അതിന് മുമ്പ് നമ്മൾ കാർ കളക്ഷൻ കാണാം. അറിയാലോ ഗൈസ്, നമ്മുടെ കയ്യിൽ എല്ലാ കാറും ഉണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും RGB വേർഷൻ ഓഫ് BMW M5 എവിടെയാണ്? അത് ഇവിടെ കിടക്കുന്നുണ്ട് ഗൈസ്. ഞാൻ അത് ഇവിടെ ഇട്ടാണ്, ഇന്നലെ ഇവിടെ അല്ലേ ഇട്ടത്. അപ്പോൾ അവിടെ അങ്ങോട്ട് ഇടാന്ന് വിചാരിച്ച് എന്തായാലും നമുക്ക് നേരെ ഡൊമിങ്കോസിൻ്റെ അടുത്തേക്ക് പോവാം. ആ ലെജൻഡറി കാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് നമ്മുടെ ലോകത്ത് തന്നെ രണ്ടോ നാലോ അഞ്ചോ അല്ല 5 കൂടെ ഇല്ല ഗൈസ്. പിന്നെ അത് അഞ്ചല്ല, ഒരെണ്ണേ ഉള്ളൂ ഗൈസ്. അതിപ്പോൾ ഒരു ഫുട്ബോൾ പ്ലെയറിൻ്റെ കയ്യിലാണ്. ഏത് കാറാണെന്ന് ഗസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾ ഗസ് ചെയ്ത് നോക്ക്. എന്തായാലും നമുക്ക് നേരെ ഡൊമിങ്കോസിൻ്റെ അടുത്തേക്ക് പോവാം. കാർ എവിടെയാണെന്ന്. 4, 2, 1 അല്ല, 2 എണ്ണം ഉണ്ട് ഗൈസ്. ഒരെണ്ണം ഒരു ഫുട്ബോൾ പ്ലെയറിൻ്റെ കയ്യിൽ, ഒരെണ്ണം നമ്മൾ ഈ സിറ്റിയിലുള്ള ഒരാളുടെയാണ് ഗൈസ്. ചാടിച്ച് കയറ്റാൻ കുറേ നോക്കി, ആ വിഷമം അങ്ങോട്ട് തീർന്നു കിട്ടി. ചാടി കയറിയില്ല, എൻ്റെ നടുവും തള്ളി ഞാൻ താഴെ വീണു. എന്തായാലും നമുക്ക് നേരെ ഡൊമിങ്കോസിൻ്റെ അടുത്തേക്ക് പോവാം. വീണ് കുറച്ച് നാളെ ഞാൻ വീണില്ലായിരുന്നു, ഇപ്പം വീണ്ടും വീഴാൻ തുടങ്ങി. എന്താണെന്ന് എനിക്കറിയില്ല. എടാ, ആ ലെജൻഡറി കാർ എവിടെയാണെന്ന് എനിക്കറിയോ? ഈ ഗസ് ചെയ്ത് നോക്ക്. അത് നമ്മുടെ GTA 5 സിറ്റിയിലാണ്. അടിച്ചു മാറ്റുമ്പോൾ സൂക്ഷിക്കണം. അത് അവിടെ അടിച്ചു മാറ്റി കുഴപ്പമില്ല. അത് ഇട്ടുകൊണ്ട് ഇങ്ങോട്ട് വരുവാണെങ്കിൽ അപ്പം തന്നെ പോലീസ് വിളിക്കും. എന്തായാലും ഓൾ ദ ബെസ്റ്റ്. സോ ഗൈസ്, പോലീസ് വരുന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. ദൈവത്തിനായ എന്തായാലും നമുക്ക് നേരെ GTA 5 സിറ്റിയിലേക്ക് പോവാം ഗൈസ്. എല്ലാ സാധനങ്ങളും GTA 5 സിറ്റിയിലാണ് ഗൈസ്. എനിക്ക് തോന്നുന്നു GTA 5 സിറ്റിയിലേക്ക് താമസം മാറ്റാമെന്ന്. അപ്പം ഇനി എപ്പോഴും അങ്ങോട്ട് ഓടി പോകേണ്ട കാര്യമില്ല. അതൊക്കെ എങ്ങനെ പിന്നെ തീരുമാനിക്കാം. ഞാൻ ആ ചാടിയിലിറങ്ങിയാൽ ഇപ്പോൾ അയാൾ ചത്തുപോയനെ കണ്ട. ഈ ചാട്ടം കൊണ്ട് ഗുണങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഗൈസ്, ഇന്ന് നമ്മൾ 2 അല്ല 1, 2 അവൻ പറഞ്ഞേ ഒരെണ്ണത്തിനെ കൊന്നാലും നമ്മൾ ടെലപ്പോർട്ടാകും. പക്ഷെ ഇവരെ ബലിയാടാക്കേണ്ട വരും ഗൈസ്. സങ്കടമൊക്കെ ഉണ്ട്. എന്തായാലും നമുക്ക് പോകാം. ഞാൻ നല്ല കാറും അടിച്ചുകൊണ്ട് വരണം. അത് നല്ല ലെജൻഡറി കാറാണ്. വല്ല ഗസ്സും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. അതെന്തായാലും നമ്മൾ വീഡിയോൻ്റെ ലാസ്റ്റെല്ലാം അടിച്ചു മാറ്റുമ്പോൾ നമ്മൾ കാണിച്ചു തരും. എന്തായാലും നമുക്ക് പോയി ഇവന്മാരെയൊക്കെ അങ്ങോട്ട് ചത്തില്ലല്ലോ. എന്തായാലും ഇതിനെ എവിടെ നോക്കാം. ഇതും ചത്തില്ലല്ലോ. ഇനിയിപ്പോൾ ഇതിന് ഒരു വട്ടം വിളിക്കാം. ഈ ഗണ്ണ് മാറ്റാം. ഗണ്ണിൻ്റെ കുഴപ്പമാണ്. നമുക്ക് ഇത് മെഷീകരണമാണ് നമുക്ക് പറ്റിയത്. ഇത് വെച്ച് പെട്ടെന്ന് കൊല്ലാൻ പറ്റില്ലെങ്കിൽ അങ്ങോട്ട് കൊന്നു കളയാം. ഇതിനെയും കൂടി അങ്ങോട്ട് കൊല്ലാം. ചാവടാ അങ്ങോട്ട്, ചാവ്. സോ ഗൈസ്, 2 എണ്ണത്തിനെ കൊന്നുകൊണ്ടാണെന്ന് അറിയില്ല നമ്മൾ ടെലപ്പോർട്ടായി വീടില്ല. നമ്മുടെ കാറ് നമ്മളുമായിട്ട് അങ്ങോട്ട് ടെലപ്പോർട്ടായിട്ടുണ്ട്. നമുക്കെന്തായാലും നേരെ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് പോലും അറിയില്ല. GTA 5 സിറ്റി മൊത്തം എക്സ്പ്ലോർ ചെയ്യണം, അത് വേറെ കാര്യം. അപ്പം ഇന്ന് നമുക്ക് എല്ലാം കൂടി അങ്ങോട്ട് തീർക്കാം. ഇന്ന് എക്സ്പ്ലോറിങ്ങും എല്ലാം നമുക്ക് റെഡിയാക്കാം. അയ്യോ, ഇവിടെ ഇല്ലേ അവർ ഹൈവേ വരെയൊക്കെ പണിതിട്ടില്ലേ? സാധാരണ സൈഡിലൊന്നും ഒന്നുമില്ലാത്തത്. പിന്നെ ഇവിടെ കുറേ ആൾക്കാരങ്ങനെ താമസിക്കണമൊന്നുമില്ല. ഓ ഗൈസ്, നമുക്ക് എന്തായാലും ഇപ്പം കിടന്നില്ല ഗൈസ്. നമുക്കെന്തായാലും നേരെ നമ്മുടെ എങ്ങോട്ടെങ്കിലും പോയി കണ്ടുപിടിക്കുക. അന്ന് നമ്മുടെ ബുഗാട്ടി BMW M5 അല്ല, ബുഗാട്ടിയാണ് ഗൈസ്. BMW അല്ല, ബുഗാട്ടി കണ്ടുപിടിച്ച പോലെ. അന്ന് ചക്കക്കെന്തോ പോയി കണ്ടുപിടിച്ചാണ്. ഇന്നും ചക്കക്ക് പോയി കണ്ടുപിടിക്കാൻ പോവുകയാണോ എന്നറിയില്ല. നമുക്ക് എന്തായാലും എവിടെയെങ്കിലും ഇപ്പം താഴെ കിടന്നേനെ ഗൈസ്. താഴെ കിടന്നാൽ പിന്നെ നമ്മൾ നേരെ എങ്ങോട്ടാണ് വീണതെന്ന് പോലും അറിയില്ല. എന്തായാലും നമുക്ക് ഒരു മിനിറ്റ്. ഓ ഗൈസ്, ബുഗാട്ടി ഷെൻട്രോൺ ഇതാണ് ഗൈസ്. ബുഗാട്ടി ഷെൻട്രോൺ. നേരത്തെ അത് സാധാ ബുഗാട്ടി. എന്ത് കില്ലാലുക്ക് ഇജാതി സാധനം. നമുക്കെന്തായാലും നേരെ ഇതിൽ കയറി നമ്മുടെ വീട്ടിലേക്ക് പോകാൻ. ഞാൻ പെട്ടെന്ന് മറന്നു ഈ എക്സൈറ്റ്മെൻറ്റ്. എൻ്റെ മോനെ ബുഗാട്ടി ഷെൻട്രോണാണ്. എന്ത് സീൻ കാണാമെന്നറിയാമോ?
ഇത് നമ്മുടെ ഏത് ഫുട്ബോൾ പ്ലെയർ ആണെന്നും കൂടി അറിയണോ? അത് നിങ്ങൾ കമൻറ്റ് ചെയ്തേക്ക്. എനിക്കറിയാം, ഞാനൊരു ക്ലൂ തരാം. അയാളെല്ലാവരും CR7 എന്നാണ് വിളിക്കുന്നത്. നിങ്ങൾക്ക് അറിയാമെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്തേക്ക്. എന്തായാലും നമുക്ക് നേരെ, ഞാൻ വീണ്ടും പറഞ്ഞുപോയി, വീട്ടിലേക്ക് പോവാം. ഇനിയും എങ്ങോട്ട് ഒരു സ്ഥലത്തേക്ക് ചെന്ന് ഒരു സ്ഥലത്തേക്ക് ചാടണം. ആ സ്ഥലത്തേക്ക് ചാടിയാൽ നമ്മൾ ടെലപ്പോർട്ട് ആവുള്ളൂ. ഈ സിറ്റിയിൽ അങ്ങനെ ഒരു 4-5 സ്പോട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് ആ സ്പോട്ടിൽ പോയിട്ട് കാറൊന്ന് ചാടിച്ചാൽ നമ്മൾ നേരെ നമ്മുടെ സ്ഥലത്തേക്ക് എത്തും. നമ്മുടെ സിറ്റിയിൽ ടെലപ്പോർട്ട് ആയ ഒരു 10 സ്ഥലമുള്ളൂ, പക്ഷേ ഈ സിറ്റിയിൽ 5 സ്ഥലമുണ്ട്. എന്താണെന്നറിയില്ല, ആൾക്കാർ കൺഫ്യൂസ് ചെയ്യാനായിരിക്കും. എന്തായാലും നമുക്ക് പെട്ടെന്ന് പോവാം. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ എങ്ങനെയാണ് ഞാൻ അറിയുന്നത്? ഡൊമിങ്കോസ് താമസിക്കുന്ന സ്ഥലമല്ലേ, അപ്പം അവൻ പറഞ്ഞതെന്നാണ്. സിറ്റി വെച്ച് കാണാം നമുക്ക്. സോ ഗൈസ്, അങ്ങനെ നമ്മളെ സിറ്റിയിൽ എത്തിയിട്ടുണ്ട്. ആ ഡോറില്ലേ, എല്ലാ കാര്യം നിങ്ങൾ കണ്ടു കാണും. അത് നമ്മളെ പ്രദീപിൻ്റെ കടയിൽ പോയാണ് ശരിയാക്കിയത്. എന്തായാലും നമുക്ക് നേരെ പോയി റിയക്കും ചിഞ്ചാനും പിഞ്ചാനൊക്കെ ഒരു വലിയ സർപ്രൈസ് കൊടുത്തിട്ട് വരാം. ചോയ്യോ, ആ ചേച്ചി ബലിയാടെ ഗൈസ്. ആ ചേച്ചിക്കാണ് നിങ്ങൾ ആ ലൈക്ക് ബട്ടനൊക്കെ ഇട്ട് ആ സബ്സ്ക്രൈബ് ബട്ടനൊക്കെ കോളി വെച്ചേക്ക്. എന്തായാലും നമുക്ക് നേരെ ഇത് വീണ്ടും പോയി ആ ഡോറ് അത് സീനില്ല. നമുക്ക് എവിടെ അങ്ങനെ പാർക്ക് ചെയ്യാം. എവിടെ അത്രയുള്ളു. ഈ ഡോറ് അടക്കാൻ പറ്റല്ലേ, സദ്യ ഇളകി വന്ന്. അത് കുഴപ്പമില്ല. നമുക്ക് എന്തായാലും നേരെ പോയി ആരൊക്കെ വിളിക്കാം? റിയനെയും ചിഞ്ചാനെയും വിളിച്ചിട്ട് വരാം. അവരെന്തായാലും ഈ കാർ കാണുമ്പോൾ ഞെട്ടും. സോ ഗൈസ്, നമ്മളങ്ങനെ റിയനെയും ചിഞ്ചാൻ്റെയും പിഞ്ചാൻ്റെ എത്തിയിട്ടുണ്ട്. നിങ്ങൾ 3 പേരും താഴത്തേക്ക് ഒരു വലിയ സർപ്രൈസ് ഉണ്ട്. സോ ഗൈസ്, നമുക്ക് നേരെ ഇറങ്ങിപ്പോയി അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. അവർ 3 പേര് എന്തായാലും വരും, കാരണം ഒരു വലിയ സർപ്രൈസ് ഉണ്ടെന്നാണ് പറഞ്ഞേക്കണം. അപ്പോഴേക്കും ഞാൻ പോയി ഈ തുറന്ന് കിടക്കുന്ന ഡോറൊന്ന് ശരിയാക്കാൻ പറ്റുമോ എന്ന് നോക്കട്ടെ. ഓ ഗൈസ്, നമ്മുടെ റിയയും പിഞ്ചാനും ചിഞ്ചാനും എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. എങ്ങനെയുണ്ട് നമ്മുടെ പുതിയ കാർ? സീനല്ലേ? നമ്മൾ ലോകത്തെ 2 പേർക്കുള്ള ആ ബുഗാട്ടി സെൻട്രോൺ അല്ലേ? ഇപ്പൊ റിച്ചായ ആൾക്കാരുടെ കാർ കൊണ്ടുവരാൻ തുടങ്ങിയോ? ഓ താങ്ക് യു ഗൈസ്. ഇവർക്ക് നമ്മുടെ കാർ എന്തായിട്ടാണ്. നിങ്ങൾക്ക് ഈ കാർ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ ഓണം സ്പെഷ്യൽ വീഡിയോസിനും അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് ഓളിയൊക്കെ വെച്ചേക്കും. നമുക്ക് പെട്ടെന്ന് 200 അടിക്കണം ഗൈസ്. അപ്പോഴേക്കും ഞാൻ തിരിച്ച് കയറട്ടെ പോയി.